മഴത്തോരും മുൻപേ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കിച്ചണിന്റെ സ്ലാബിൽ ഇരിക്കുകയായിരുന്നു അലീനയുടെ ഫോണ്. പൗലോസ് അതെടുത്തുകൊണ്ട് അലീനയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, ഇത് കുറെ നേരമായിട്ട് അവിടെ നിന്ന് ചിലക്കിയാണ്. അലീന ഫോൺ നോക്കുമ്പോൾ മനുശങ്കറിന്റെ 3 മിസ്ഡ് കോൾ. ഉടൻ തന്നെ ആ നമ്പറിലേക്ക് അവൾ തിരികെ വിളിച്ചു. ഹലോ അലീന, നീ എവിടെയാണ്? ഞാൻ കുറെ നേരം കൊണ്ട് വിളിക്കുന്നുണ്ടല്ലോ. മനുവിന്റെ പരിഭ്രാന്തമായ ശബ്ദം കേട്ടുകൊണ്ട് അലീന ഒന്ന് പകച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തു പറ്റി മനുവേട്ടാ? എന്താ ശബ്ദം വല്ലാതിരിക്കുന്നത്? ബബിത ട്രൈ ടു കമ്മിറ്റ് സൂയിസൈഡ്. വളരെ സീരിയസ് ആണെന്നാണ് കേട്ടത്. ഇപ്പോൾ എറണാകുളത്തെ ഒരു ആശുപത്രിയിലാണ്. മനു പിന്നെയും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ബാക്കിയൊന്നും അലീന കേട്ടില്ല. അവളുടെ കാതിൽ അതിവിദൂരവും ഭയാനകവുമായ ഒരു മുഴക്കം മാത്രം അവശേഷിച്ചു. തുടർന്ന് കാണുന്നത് അലീനയുമായി സ്റ്റാൻലി എറണാകുളത്തേക്ക് പോകുന്ന കാഴ്ചയാണ്. അലീന ഇപ്പുറത്തെ സീറ്റിൽ കടുത്ത മാനസിക സംഘർഷത്തിൽപ്പെട്ട് ഉറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, ഇപ്പോഴാണെങ്കിൽ വലിയ ട്രാഫിക് ഇല്ല, നിനക്ക് സ്റ്റിയറിംഗ് പിടിക്കാൻ വേണമെങ്കിൽ. വേണ്ട പപ്പ കുറച്ചുകൂടി വേഗം കൂട്ടി അങ്ങ് വിട്ടാൽ മതി. സ്പീഡ് കൂടിയാൽ കുറയ്ക്കാൻ പറയാറുള്ളവളാണ്. ഇപ്പോൾ അവൾക്ക് സ്പീഡ് പോരാ. തൻ്റെ മകൾ എന്തിനാണ് ഇത്രയധികം ഉദ്വേഗഭരിതയാകുന്നതെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലാകുന്നില്ല. ബാലചന്ദ്രമേനോന്റെ മകൾ ആത്മഹത്യാശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇവളുടെ കുറ്റമല്ല. ആത്മഹത്യാശ്രമം അബദ്ധമോ അപകടമോ അല്ല, മറിച്ച് അജ്ഞതയും അഹങ്കാരവുമാണ്. ബബിത ആത്മഹത്യാശ്രമം നടത്തി ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞ മാത്രയിൽ തന്നെ അങ്ങോട്ട് പുറപ്പെടുവാൻ അലീന ധൃതി കൂട്ടിയത് സ്റ്റാൻലിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. യാത്രാമധ്യേ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നീ അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്? നീ അല്ലല്ലോ പ്രധാന ഡോക്ടർ. അത് വളരെ നീരസത്തോടെയായിരുന്നു അയാൾ ചോദിച്ചത്. ഔതക്കുട്ടിച്ചായൻ്റെ കൂടി പ്രേരണയ്ക്ക് വഴങ്ങിയാണ് സ്റ്റാൻലി ഉടൻ കാറെടുത്ത് പുറപ്പെടുവാൻ തയ്യാറായത് തന്നെ. ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് പകരം സ്റ്റാൻലി നേരെ മാമച്ചൻ്റെ വീട്ടിലേക്കാണ് കാറ് വിട്ടത്. അലീന ചോദിച്ചേക്കാവുന്ന ചോദ്യത്തിന് അയാൾ മുൻപ് കൂട്ടി മറുപടി പറയുകയും ചെയ്തു. എനിക്ക് ഹോസ്പിറ്റലിലോട്ട് വരേണ്ട കാര്യമില്ല, അവിടെ വന്ന് ചുറ്റിത്തിരിയാനും എനിക്ക് വയ്യ. മാമച്ചൻ്റെ വീട്ടിൽ ചെന്നിട്ട് നീ ആരെയെങ്കിലും കൂട്ടിന് വിളിച്ചുകൊണ്ട് പോയിക്കോ, അതാ നല്ലത്. അലീന യാത്രക്കിടയിൽ തന്നെ ഫോൺ ചെയ്ത് രേവതിക്കുട്ടിയെ വിവരം അറിയിച്ചിരുന്നു. സ്റ്റാൻലിയും അലീനയും എത്തിയപ്പോൾ അവൾ PVSലേക്ക് പുറപ്പെടുവാൻ തയ്യാറായി നിൽക്കുകയാണ്. സ്റ്റാൻലി വന്നു ചേർന്നതിനാൽ മാമച്ചൻ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഡ്രൈവർ ജോസിനെ അവർക്കൊപ്പം അയച്ചു. അലീനയും രേവതിക്കുട്ടിയും ഹോസ്പിറ്റലിലെത്തി. കൊല്ലപ്പള്ളിയിൽ നിന്ന് ശിവശങ്കരമേനോനും കടപ്പാട്ടൂരിൽ നിന്ന് വൈജയന്തിയും ബാലചന്ദ്രമേനോനും രോഹിത്തും കൃഷ്ണജയും എല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. തങ്ങളുടെ കുടുംബത്തിൽ ഒരു അത്യാപത്ത് സംഭവിച്ചിരിക്കുന്ന ആ അവസ്ഥയിലും വൈജയന്തി അലീനയെ കണ്ട ഉടൻ മുഖം വെട്ടിച്ച് തിരിച്ചു കളഞ്ഞു. അലീനയെ കണ്ടതും കൃഷ്ണജ നിറമിഴികളോടെ അവളുടെ അടുത്തേക്ക് ഓടി വന്നു. അലീന ഒന്നും മിണ്ടാതെ ഇടത് കരം കൊണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ബാലചന്ദ്രമേനോൻ ഒരു ലേഡി ഡോക്ടറോട് സംസാരിച്ചുകൊണ്ട് നീണ്ട ഇടനാഴിയുടെ മധ്യഭാഗത്ത് നിൽപ്പുണ്ടായിരുന്നു. ഒരു കസേരയിലിരുന്ന രോഹിത്ത് അലീനയെ കണ്ട് എഴുന്നേറ്റ് വന്നു. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അവൻ ചോദിക്കുകയാണ്, അലീന ചേച്ചി എങ്ങനെയാ അറിഞ്ഞത്? മനുവേട്ടൻ വിളിച്ചു പറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട് മോനെ അവൾക്ക്? ഒന്നും പറയാറായിട്ടില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അത് പറയുമ്പോൾ രോഹിത്തിൻ്റെ തൊണ്ടയിടറി. തിയേറ്ററിലാ, കാണാൻ പോലും പറ്റിയില്ല ഞങ്ങൾക്കിതുവരെ. എന്താ മോനെ ശരിക്കും സംഭവിച്ചത്? ബബിത എന്തോ വിഷമെടുത്ത് കഴിച്ചതാണ്. കീടനാശിനിക്കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ഹോസ്റ്റൽ റൂമിൽ വെച്ച് കഴിച്ചെന്നാണ് കേട്ടത്. അവർ പോലീസിനെ വിവരമറിയിച്ചു. പോലീസാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അവൾ ഇങ്ങനൊരു കടുങ്കൈ ചെയ്യാൻ എന്താ കാരണമെന്ന് നിനക്കറിയുമോ? ഇല്ല, ആരോട് ചോദിക്കാനാ? കോളേജിൽ നിന്ന് ഹോസ്റ്റൽ വാർഡൻ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും അറിയില്ല. പിന്നെ കുറച്ചു മുമ്പ് വരെ അവളുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഇവിടെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ടായിരുന്നു. നേരം വൈകിയപ്പോൾ അവരും പോയി. പെൺകുട്ടികളല്ലേ. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? രാവിലെ സുഖമില്ലെന്ന് പറഞ്ഞ് അവൾ ക്ലാസ്സിൽ പോയില്ല. ഉച്ചയ്ക്ക് ഹോസ്റ്റൽ റൂമിൻ്റെ മുൻപിലെ വരാന്തയിൽ കൂടി നടന്നുപോയവർ ബബിതയുടെ റൂംമേറ്റ്സിനോട് പറഞ്ഞു, നിങ്ങളുടെ റൂമിൽ നിന്ന് വല്ലാത്തൊരു നാറ്റം വരുന്നുണ്ടെന്ന്. കീടനാശിനിയുടേതായിരുന്നു അത്. റൂംമേറ്റ്സ് വന്ന് നോക്കുമ്പോൾ ഛർദ്ദിച്ച് ബോധമില്ലാതെ നിലത്ത് കിടന്ന് ഞരങ്ങുന്നുണ്ട്. അപ്പോഴെങ്കിലും കണ്ടതുകൊണ്ട് ജീവനോടെ ഇവിടെ എത്തിക്കുവാൻ കഴിഞ്ഞു. നിന്നെ ഞാൻ എത്ര തവണ ഫോണിൽ വിളിച്ചു. എവിടെ നിന്റെ ഫോണ്? ഫോൺ ഞാൻ എടുത്തില്ല ചേച്ചി. വിവരം അറിഞ്ഞ ഉടനെ ചാടിപ്പെട്ടിങ്ങി പോരുകയായിരുന്നു. ഫോൺ എടുക്കാൻ മറന്നുപോയി. നീ സമാധാനമായിരിക്കും കേട്ടോ, ഒന്നും സംഭവിക്കില്ല. മനസ്സുകൊണ്ട് നല്ലവണ്ണം പ്രാർത്ഥിച്ചാൽ മതി. അലീന കൃഷ്ണജയുടെ തോളത്ത് നിന്ന് കൈയെടുക്കാതെ കൂടെ കൊണ്ടു നടക്കുകയാണ്. കൃഷ്ണജയ്ക്ക് കൂടെ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രമേനോൻ അലീനയുടെ അടുത്തേക്ക് വന്നു. അലീന ഒന്നും സംസാരിച്ചില്ല. സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ മുഴുവൻ അയാളുടെ മുഖത്ത് നിഴലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അലീന ഒറ്റയ്ക്കാണോ വന്നത് എന്ന് മാത്രം അയാൾ ചോദിച്ചു. ഉത്തരം പ്രതീക്ഷിക്കുന്ന ചോദ്യമായിരുന്നില്ല അത്. അതുകൊണ്ട് അവൾ ഉത്തരം പറഞ്ഞുമില്ല. കഠിനമായ ഹൃദയവ്യതയാൽ അയാൾ സ്വയം മറന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ പലപ്പോഴും പകച്ചു നിൽക്കുന്നത് അലീന കണ്ടു. നഴ്സ് കൊണ്ടുവന്നു കൊടുത്ത ഒരു കുറിപ്പും വാങ്ങി ബാലചന്ദ്രമേനോൻ ഫാർമസിയിലേക്ക് പോയപ്പോൾ അലീനയും കൂടെ പോയി. സ്റ്റെപ്പുകൾ ഇറങ്ങുന്നതിനിടയിൽ അയാൾ നിന്നിട്ട് അലീനയെ നോക്കി. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, നിന്നോട് എന്തെങ്കിലും അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ബബിതയോ? നിങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുമായിരുന്നില്ലേ? എന്തെങ്കിലും ഒരു സൂചന?
ഇല്ലച്ചാ, അവൾ കുറേ മാസങ്ങളായി എന്നെ വിളിക്കാറില്ലായിരുന്നു. അതുപോലെ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാറുമില്ല. എന്താ അവൾക്ക് സംഭവിച്ചത്? ഇങ്ങനെ ഒരു കടുംകൈ ചെയ്യാൻ എങ്ങനെ തോന്നി? അവൾക്ക് ആരുമില്ലായിരുന്നോ? അച്ഛനെയും അമ്മയും ഓർക്കണ്ട, പക്ഷേ നിന്നോടും രോഹിത്തിനോടും അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നല്ലോ. അപ്പോഴേക്കും അയാളുടെ കണ്ടമിടറി തുടങ്ങി. ബാലചന്ദ്രമേനോൻ തൊട്ടടുത്തുള്ള ചുമരിലേക്ക് ചാരി നിന്നു. അപ്പോൾ അലീന ബാലചന്ദ്രമേനോന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്, അച്ഛനിങ്ങനെ തളരരുത്. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. എന്നാലും എന്തെങ്കിലും കാണാതിരിക്കില്ലല്ലോ മോളെ. ബാലചന്ദ്രമേനോന്റെ സ്വരം വിറയ്ക്കുകയാണ്. അച്ഛൻ വന്നേ. അവൾ ബാലചന്ദ്രമേനോന്റെ കൈ പിടിച്ച് വീണ്ടും സ്റ്റെപ്പുകൾ ഇറങ്ങി. ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് നഴ്സുമാരുടെ ഡ്യൂട്ടി റൂമിൽ ഏൽപ്പിച്ചു. ഇനി അച്ഛൻ എവിടെയെങ്കിലും പോയിരുന്നൊന്ന് വിശ്രമിക്ക്. ഇതെല്ലാം രോഹിത് ചെയ്തോളും. അവനല്ലേ ഓടി നടക്കേണ്ട പ്രായം. അലീന അയാളെ വിശ്രമ സ്ഥലത്ത് കൊണ്ട് നിർത്തി. എന്നിട്ട് രോഹിത്തിനെ ചുമതലകൾ ഏൽപ്പിച്ചു. സഹായത്തിന് രേവതിക്കുട്ടിയെയും ചുമതലപ്പെടുത്തി. അലീന കൃഷ്ണമോളെയും കൂട്ടി നേഴ്സുമാരുടെ ഡ്യൂട്ടി റൂമിനിപ്പുറം കോറിഡോറിൽ നിന്നു. ഇടയ്ക്കിടെ അവൾ നേഴ്സുമാരോട് ബബിതയുടെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അലീനയോടുള്ള അന്ധമായ വിരോധ നിമിത്തം വൈജയന്തി ഇടനാഴിയിൽ ഒരിടത്ത് ഒറ്റപ്പെട്ടു മാറി നിന്നു. ബാലചന്ദ്രമേനോനും കൃഷ്ണജയും രോഹിത്തും അലീനയുടെ അടുത്ത് ചെല്ലുന്നതും അവളോട് സംസാരിക്കുന്നതും വൈജയന്തിയുടെ ഉള്ളിൽ കോപവും വെറുപ്പും ഉണർത്തി. തന്റെ മകൾ ഐസ്യുവിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണല്ലോ എന്നോർത്ത് അവർ തൽക്കാലം അടങ്ങി നിന്നു. രേവതിക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുവാനായി രാത്രിയിൽ മാമച്ചനും ഗ്രേസമ്മയും കൂടി അവിടെ എത്തി. തുടർന്ന് മാമച്ചൻ ബാലേന്ദ്രമേനോനോട് പറയുകയാണ്, എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ ഉറക്കമളച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. മേനോന്റെ കുട്ടികൾ ഞങ്ങളുടെ ഒപ്പം പോരട്ടെ. ഇവിടെ അടുത്താണ് വീട്, 5 മിനിറ്റ് മതി. അലീന കൂടി നിർബന്ധിച്ചപ്പോൾ രോഹിത്തും കൃഷ്ണജയും മാമച്ചന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളുവാൻ ബാലചന്ദ്രമേനോൻ സമ്മതിച്ചു. ഗ്രേസമ്മ വൈജയന്തിയെ സമീപിച്ച് റെസ്റ്റ് എടുക്കണമെങ്കിൽ തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് സൗകര്യപ്രദമാണെന്ന് ഓർപ്പിച്ചു. പക്ഷേ വൈജയന്തി അവരോടൊപ്പം പോകാൻ കൂട്ടാക്കിയില്ല. അലീനയുടെ കെയർ ഓഫിലുള്ള യാതൊരു സൗജന്യവും തനിക്ക് വേണ്ടെന്ന് വൈജയന്തി ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. മാമച്ചന്റെ വീട്ടിലേക്ക് പോയ രോഹിത് രാത്രി 11 മണിയോടുകൂടി തിരികെ എത്തി. ബബിത ഒരു കോമയിലെന്നവണ്ണം കിടക്കുകയാണെന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലെന്നും അലീന അവനെ അറിയിച്ചു. വെന്റിലേറ്ററിലാണ് ശ്വാസോച്ഛ്വാസം പോലും. രാത്രി രോഹിത് ഹോസ്പിറ്റലിൽ തന്നെ തങ്ങി. രാവിലെ അലീന മാമച്ചന്റെ വീട്ടിലേക്ക് പോയി. സ്റ്റാൻലി രാവിലെ തന്നെ കുളത്തുപുഴയ്ക്ക് തിരിച്ചു പോകുവാൻ തയ്യാറായിരിക്കുകയാണ്. അലീന കൂടെ പോരുന്നതിന്റെ ലക്ഷണമൊന്നും കാണാഞ്ഞിട്ട് അയാൾ ചോദിച്ചു, ഇനിയെന്താ പരിപാടി? അലീന കണ്ണുമിഴിച്ചു. പോരുന്നില്ലെന്നാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ പോയാൽ 11 മണിക്ക് മുമ്പ് അവിടെ എത്താം. ബബിത ഇങ്ങനൊരവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാ പപ്പ തിരിച്ചു പോരുന്നത്? അലീന കെഞ്ചുകയാണ്. വന്ന് കാണേണ്ട മര്യാദയുണ്ടായിരുന്നു, വന്നു കണ്ടു. ഇന്നലെ പകലും രാത്രിയിലും ഹോസ്പിറ്റലിൽ നീ നിന്നു. ഇത്രയൊക്കെ പോരെ? ഇതിനപ്പുറത്ത് ഹോസ്പിറ്റലിൽ ചെന്ന് കാവൽ നിൽക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അവിടെ മേനോനുണ്ട്, അയാളുടെ മക്കളുണ്ട്, ബന്ധുക്കളുണ്ട്. പോരെങ്കിൽ നല്ല ഒന്നാന്തരം ഹോസ്പിറ്റൽ. ഡോക്ടേഴ്സും നേഴ്സസും വേണ്ടുവോളമുണ്ട്. അതിനിടയ്ക്ക് നീ അവിടെ ചെന്നിട്ട് എന്തു ചെയ്യാനാ? സ്റ്റാൻലി വളരെ നീരസത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അലീന, പപ്പ ഞാനും വേണ്ടേ അവിടെ? അവരെ ആശ്വസിപ്പിക്കുവാനും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും? അതിൻ്റെ യാതൊരു ആവശ്യവുമില്ലല്ലോ. അവരുടെ ആളുകൾ ഉണ്ടല്ലോ അവിടെ ധാരാളം. ഇനി അഥവാ എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവിടുന്ന് മാമച്ചനോ രേവതിക്കുട്ടിയോ ഇടയ്ക്ക് പോയി അന്വേഷിച്ചിട്ട് നിന്നെ വിളിച്ച് വിവരം അറിയിക്കുമല്ലോ. എൻ്റെ കൂടപ്പിറപ്പല്ലേ പപ്പ അവിടെ ജീവിതമാണോ മരണമാണോ എന്നറിയാതെ കിടക്കുന്നത്? പപ്പയ്ക്ക് അവൾ അന്യായിരിക്കും, പക്ഷേ എനിക്കവൾ എൻ്റെ അനുജത്തിയാ. അവൾ ഇങ്ങനെ കിടക്കുമ്പോൾ പപ്പ എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. അലീനയുടെ സ്വരം ഇടറുവാൻ തുടങ്ങി. സ്റ്റാൻലി നിമിഷങ്ങളോളം ആശ്ചര്യസ്തബ്ധനായി നിന്നു. അയാൾ ഈ മട്ടിൽ ചിന്തിച്ചിരുന്നതേയില്ല. പാലായിൽ എവിടെയോ താമസിക്കുന്ന ഒരു ബാലചന്ദ്രമേനോന്റെ മകൾ വിഷം കഴിച്ച് ചാവറായി കിടക്കുന്നിടത്ത് തനിക്കും തന്റെ മകൾക്കും എന്ത് കാര്യം? അലീന അയാളുടെ വീട്ടിൽ കുറച്ചുനാൾ ജോലി നോക്കി എന്നുള്ള പരിചയം വെച്ച് ഒരു ദുരന്തമുണ്ടായി എന്നറിഞ്ഞപ്പോൾ കാണാൻ വന്നു, അത്രമാത്രം. വേണമെങ്കിൽ കർശനമായ ഒരു അവജ്ഞ കൊണ്ട് അലീനയെ അനുസരിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ തന്റെ അധികാര സീമയ്ക്കും അപ്പുറത്താണ് അവളുടെ സ്നേഹബന്ധങ്ങളും അതിന്റെ സ്വാതന്ത്ര്യവുമെന്ന് അയാൾക്ക് മനസ്സിലായി. അനാഥത്വത്തിന്റെ ആഴങ്ങളിലേക്കാണ് അവ വേരൂന്നിയിരിക്കുന്നത്. അവിടെ നിന്ന് പൊട്ടിമുളച്ച് വളവും വെള്ളവും സ്വീകരിച്ച് തണൽ വൃക്ഷം പോലെ പടർന്ന് പന്തലിച്ച് അവളെ ഒരച്ഛൻ്റെയോ അമ്മയുടെയോ കുടുംബത്തിൻ്റെയോ നിർദ്ദിഷ്ട പരിധിക്കുള്ളിൽ തളച്ചു നിർത്തുക അസാധ്യമാണെന്ന് അനുഭവം കൊണ്ട് സ്റ്റാൻലിക്ക് അറിയാം. കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന പെൺകുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും വീടും മാത്രമാണ് ആശ്രയം. അവർക്ക് പോകാൻ മറ്റൊരിടമില്ല. പക്ഷേ ഒരു അനാഥാലയത്തിൽ നിന്ന് വന്ന അലീനയ്ക്ക് മടങ്ങിപ്പോകുവാൻ അനേകം അനാഥാലയങ്ങളുണ്ട്. അലീനയുടെ ഉള്ളിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുകയും നിർണായക ഘട്ടങ്ങളിൽ ഉണർന്ന് തലനീട്ടുകയും ചെയ്യുന്ന ആ ഒരു അന്യതാഭാവം സ്റ്റാൻലിയെ പലപ്പോഴും ആശങ്കാകുലനാക്കിയിരുന്നു. തനിക്ക് അലീന എന്നൊരു മകളുണ്ട്, പക്ഷേ അവൾ തൻ്റേത് മാത്രമല്ല. അവൾക്ക് സ്റ്റാൻലി എന്നൊരു അച്ഛനുണ്ട്. എന്നാൽ തുല്യ പ്രാധാന്യമുള്ള വേറെയും ആൾക്കാർ അവൾക്കുണ്ട്. ഈ സമയത്ത് മാമച്ചനും ഗ്രേസമ്മയും അവളോട് അനുകൂലിച്ചു. അവർ പറയുകയാണ്, അവൾ ഇവിടെ 2-3 ദിവസം നിൽക്കട്ടെ, അവർക്കൊരാശ്വാസമാകുമല്ലോ. സ്റ്റാൻലി പിന്നെ മറുപടി ഒന്നും പറഞ്ഞില്ല. അയാൾ ഗൗരവഭാവത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അയാൾ തനിയെ മടങ്ങിപ്പോകുവാൻ ഒരുങ്ങി.
പപ്പയ്ക്ക് തന്നോട് നീരസമുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അവൾ സ്റ്റാൻലിയോട് പറയുകയാണ്, പിണങ്ങല്ലേ പപ്പ, എനിക്ക് അവളെ അങ്ങനെ ഇട്ടിട്ട് പോരാൻ പറ്റുമോ? പപ്പ എന്താ അത് ആലോചിക്കാത്തത്? ഉടനെ സ്റ്റാൻലി, നിനക്ക് നിന്റെ പപ്പയെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ ഒരു മടിയുമില്ല അല്ലേ? പപ്പ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? പപ്പ സുഖമില്ലാതെ എങ്ങാനും കിടന്നുപോയാൽ ഞാൻ അരികത്തൊന്നും മാറത്തില്ലല്ലോ, പിന്നെന്താ? ഓഹോ, എന്നാലേ ഞാൻ കുളത്തുപുഴ ചെന്നിട്ട് വിളിക്കാം, എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ്. ഈ പപ്പ ചിലപ്പോൾ കൊച്ചുകുട്ടികളുടെ മാതിരിയാ. ഇതെങ്ങനെയാണോ ദൈവമേ ലെഫ്റ്റനന്റ് കേണൽ വരെയൊക്കെ എത്തിയത്? ആ, ചുമ്മാ പറയുന്നതായിരിക്കും, ആർക്കറിയാം, വല്ല ഡ്രൈവറോ മെക്കാനിക്കോ മറ്റോ ആയിരുന്നു എന്ന്. അലീന വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെങ്കിലും പൊടുന്നനെ ഉയർന്ന മാമച്ചന്റെ പൊട്ടിച്ചിരി അവളെ നാണിപ്പിച്ചു കളഞ്ഞു. ചിരിക്കാനും വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പിറുപിറുത്തുകൊണ്ട് അലീന ജാള്യതയോടെ രംഗത്തു നിന്ന് പിന്മാറി. സ്റ്റാൻലി ചെറു ചിരിയോടെ കാറിൽ ചെന്ന് കയറി. ഷെറിനും അലീനയും ചിന്നുമോളും കാറിനരികെ ചെന്ന് അയാളെ യാത്ര അയച്ചു. സ്റ്റാൻലി തിരിച്ചുപോയ ഉടനെ തന്നെ അലീന കൃഷ്ണജയെയും രേവതിക്കുട്ടിയെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. രോഹിത്തും ബാലചന്ദ്രമേനോനും വൈജയന്തിയും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. അച്ഛന് കുളിക്കുകയും ഡ്രസ്സ് മാറുകയും ഒക്കെ വേണ്ടേ? ഇവിടെ അടുത്ത മാമച്ചനങ്കിളുടെ വീട്. രേവതിക്കുട്ടി കൂട്ടിക്കൊണ്ടു പോയിക്കോളും, ഞാൻ ഇവിടെ ഇരുന്നോളാം, അച്ഛൻ പോയിട്ട് വാ. രാത്രി മുഴുവനും ഉറക്കമളച്ചിട്ട് അയാളുടെ കൺതടങ്ങൾ കരിവാളിച്ചിരുന്നു. രാവിലെ ആയപ്പോഴേക്കും ആദ്യ പെരുകി അയാൾ തളർന്നു കഴിഞ്ഞിരുന്നു. അലീന രോഹിത്തിനെ വിളിച്ചു മാറ്റി നിർത്തി ബബിതയുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചു. അപ്പോൾ അവൻ പറയുന്നു, അങ്ങനെ തന്നെ കിടക്കുകയാണ് ചേച്ചി, ഒരു മാറ്റവും ഇല്ലെന്നാ ഡോക്ടേഴ്സ് പറയുന്നത്. എന്തൊരു പരീക്ഷണമായത്! തിരിച്ചു കിട്ടുമോ അതോ പോവോ ഒന്നും അറിയാൻ വയ്യ. നിറഞ്ഞ കണ്ണുകൾ അവൻ ഷർട്ടിന്റെ കോളർ കൊണ്ട് തൂത്തു. ഇന്നലെ അവൻ കുറെ കൂടി ധൈര്യമുള്ളവനായിരുന്നുവെന്ന് അലീന ഓർത്തു. ഇപ്പോൾ അവനും തളർന്നിരിക്കുന്നു. അവൾ പറയുകയാണ്, മോനെ, നീയെങ്കിലും പതറിപ്പോകരുത്. അച്ഛനെയും അമ്മയും കൃഷ്ണമോളെയും ഒക്കെ ആശ്വസിപ്പിക്കേണ്ടത് നീയാണ്. അച്ഛനെയും കൂട്ടി രേവതിക്കുട്ടിയുടെ കൂടെ നീ മാമച്ചനങ്കിളുടെ വീട്ടിലേക്ക് ചെല്ല്. കുളിച്ച് ഈ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് മാറി വല്ലതും കഴിച്ചിട്ട് വാ, ഞാനുണ്ടല്ലോ ഇവിടെ. ഉടനെ രോഹിത് പറയുക, ചേച്ചി, ശിവനങ്കിൾ ഇവിടെ തൊട്ടടുത്ത് ഹോട്ടലിൽ റൂം എടുത്തിട്ടിട്ടുണ്ട്. അലീന പിന്നെ അവനെ നിർബന്ധിച്ചില്ല. അവൾ വൈജയന്തി നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. അമ്മ ഇപ്പോൾ തനിച്ചല്ലെന്ന് അവൾ കണ്ടു. ശിവശങ്കരമേനോനും ഭാര്യ കമലയും ഒപ്പമുണ്ട്. ഉച്ചയായപ്പോൾ അലീന രോഹിത്തിനെയും കൃഷ്ണജിയെയും മാമച്ചന്റെ വീട്ടിലേക്ക് കൂട്ടുകൊണ്ടുപോയി ഊണ് കഴിപ്പിച്ചു. അല്പസമയം കിടന്ന് മയങ്ങി. തിരികെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ കിട്ടിയ വിവരം ആശാവഹമായിരുന്നു. ബബിതയുടെ വെന്റിലേറ്റർ നീക്കം ചെയ്തു. ഐസിയുവിനുള്ളിൽ കയറി അവളെ കാണാനുള്ള അനുവാദവും കിട്ടി. ബാലചന്ദ്രമേനോനും വൈജയന്തിയുമാണ് ആദ്യം അകത്ത് കയറിയത്. അവർ തിരിച്ചിറങ്ങിയപ്പോൾ രോഹിത്തും ശിവശങ്കരമേനോനും കയറി. അലീന ബാലചന്ദ്രമേനോനെ സമീപിച്ചിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടച്ചാ അവൾക്ക്? പുഞ്ചിരിയാണോ വിതുമ്പലാണോ എന്നറിയാത്ത ആ മുഖഭാവം മാത്രം മതിയായിരുന്നു അവൾക്കുള്ള ഉത്തരം. ശ്വാസമെടുക്കുന്നുണ്ട്. ഈശ്വര, ഇന്നലെ മുതൽ അനുഭവിച്ച ആദ്യം വേദനയും. അയാൾ ഒരു കസേരയിലേക്ക് അങ്ങ് വീണു. രോഹിത്ത് ഐസിയുവിൽ നിന്നിറങ്ങിയപ്പോഴേക്കും അലീന ചോദിച്ചു, എങ്ങനെയുണ്ട് മോനെ? മയങ്ങിക്കിടക്കുക ചേച്ചി, ഒന്നും അറിയുന്നില്ല. പക്ഷേ അവൻ്റെ മുഖം പ്രഫുല്ലമായിരുന്നു. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ജീവൻ വീണ്ടു കിട്ടിയ പ്രതീതി. കണ്ണുകളിൽ നിറയുന്ന സന്തോഷാശ്രുക്കൾ. ഒടുവിലായി അലീനയും അകത്ത് കടന്ന് ബബിതയെ കണ്ടു. വിരിയിൽ അവൾ നീണ്ടു നിവർന്നു കിടക്കുന്നു. 2 തലയണ വെച്ച് തല ഉയർത്തി വെച്ചിരിക്കുന്നു. ശാന്തമായിട്ട് ഉറങ്ങുകയാണെന്ന് മാത്രമേ തോന്നൂ. ആത്മഹത്യ ചെയ്യാനൊക്കെ തോന്നണമെങ്കിൽ എത്ര കടുത്ത ഹൃദയവ്യത സഹിച്ചിട്ടുണ്ടാവും. പിന്നെ മണിക്കൂറുകളോളം നീണ്ട മരണവേദനയും പ്രാണന്റെ പിടച്ചിലും. അലീനയ്ക്ക് അവളെ നോക്കി നിൽക്കെ എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. അധിക സമയം അവിടെ നിൽക്കരുത് എന്ന് നഴ്സ് നിർദ്ദേശിച്ചതിനാൽ അലീന മിഴികൾ തുടച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നു. വൈകുന്നേരം ബബിതയെ പരിശോധിക്കുവാൻ വന്ന ഡോക്ടർ പറയുകയാണ്, എല്ലാവരും കൂടി ഇങ്ങനെ ഇവിടെ ഇരിക്കണ്ട, പേഷ്യന്റിന് ഇപ്പോൾ വളരെ ഭേദമുണ്ട്. ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ ഓവർകം ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ നിന്നാൽ മതിയല്ലോ. ബബിതയുടെ ഹൃദയമിടിപ്പും ശ്വാസഗതിയുമെല്ലാം സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർ വെളിപ്പെടുത്തി. പൾസും മെച്ചപ്പെട്ടിട്ടുണ്ട്. സന്ധ്യയോടെ ബാംഗ്ലൂരിൽ നിന്ന് മനുശങ്കർ എത്തിച്ചേർന്നു. അവനെ കണ്ടയുടൻ കമലയും വൈജയന്തിയും കൂടി അടുത്തേക്ക് ചെന്നു. പക്ഷേ അവൻ അലീന നിൽക്കുന്നിടത്തേക്കാണ് പോയത്. അവളോട് ചോദിച്ച് ബബിതയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അവൻ മനസ്സിലാക്കി. കമലയ്ക്കും വൈജയന്തിക്കും അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മനുശങ്കർ എത്തിയതോടുകൂടി കമലയും ശിവശങ്കരമേനോനും കൊല്ലപ്പള്ളിക്ക് തിരിച്ചുപോയി. രോഹിത്തിനെയും കൃഷ്ണജയെയും വൈജയന്തിയെയും മനുശങ്കർ റൂമിലേക്ക് പറഞ്ഞയച്ചു. ബാലചന്ദ്രമേനോനെ നിർബന്ധിച്ചുവെങ്കിലും അയാൾ പോകാൻ കൂട്ടാക്കിയില്ല. അലീനയും പൊയ്ക്കോ, ഞാനിവിടെ ഉണ്ടല്ലോ, മനുശങ്കർ പറയുകയാണ്. എങ്കിലും അവൾ അവിടുന്ന് പോകാതിരിക്കണേ എന്നായിരുന്നു അവൻ്റെ മനസ്സിലെ പ്രാർത്ഥന. അലീന പോയതുമില്ല. രാത്രിയിൽ ഡ്യൂട്ടി നേഴ്സ് വന്ന് പറയുകയാണ്, പേഷ്യൻറ്റിന് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ബൈസ്റ്റാൻഡർ ആരാണെന്ന് വെച്ചാൽ ഒരാൾക്ക് അകത്തിരിക്കാൻ പെർമിഷനുണ്ട്. ബാലേന്ദ്രമേനോൻ എഴുന്നേറ്റപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാനിരുന്നോളാച്ച. ഉടനെ മനുശങ്കറും പറഞ്ഞു, അതാണെങ്കിലെ നല്ലത്. അലീന ഐസിയുവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ബബിത കണ്ണടച്ച് കിടക്കുകയായിരുന്നു. കാലൊച്ചക്കേട് അവൾ കണ്ണു തുറന്നു നോക്കി. നിർജീവമായ നോട്ടം. അത് കണ്ട് അലീനയുടെ മനസ്സൊന്ന് പിടഞ്ഞു. ജീവിക്കാനുള്ള ആഗ്രഹത്തിന്റെ കണിക പോലും ആ കണ്ണുകളിലില്ല.
ഒരു മൃതദേഹത്തിന്റെ പോലെ വിളർത്തിരുന്നു അവളുടെ കവിൾത്തടങ്ങളും ചുണ്ടുകളും. ആകെ കൂടി തോന്നിച്ചത് അവൾക്ക് തണുക്കുന്നുണ്ടെന്ന് മാത്രമായിരുന്നു. ICUവിൽ AC-യുടെ നല്ല തണുപ്പുണ്ടായിരുന്നു. അലീന കസേര ബെഡിനോട് ചേർത്തിട്ട് അതിലിരുന്നു. ബബിതയുടെ തണുത്തിരിക്കുന്ന കൈപ്പത്തികൾ അവൾ കയ്യിലെടുത്തു. തളർന്നു മടങ്ങിയിരിക്കുന്ന വിരലുകൾ നിവർത്തി തലോടി. ബബിത അലീനയുടെ നേർക്ക് നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. മരിച്ചുപോയ ഒരാൾ കണ്ണു തുറന്നു നോക്കുന്നത് പോലെ വേറെ ഏതോ ലോകത്തു നിന്നും നീണ്ടു വരുന്ന നോട്ടം. അലീന അവളുടെ കവിൾത്തടങ്ങളിലും നെറ്റിയിലും മൃദുവായി തലോടി. എന്നിട്ട് പറയുകയാണ്, ഒന്നും ഓർത്ത് വിഷമിക്കരുത്. ഞാനുണ്ടല്ലോ എൻ്റെ മോൾക്ക്. ഇനി നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല കേട്ടോ. അവൾ മന്ത്രിച്ചു കൊണ്ടിരുന്നു. ഉറങ്ങിക്കൂ, ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, ഞാൻ നോക്കിക്കൊള്ളാം. ബബിത ഒരു ദീർഘനിശ്വാസം എടുത്തു എന്ന് തോന്നി. പിന്നെ പതിയെ കണ്ണുകളടഞ്ഞു. ഇടയ്ക്ക് അടുത്തുനിന്ന് അലീന എഴുന്നേറ്റ് പോയോ എന്ന് നോക്കുവാനെന്ന വണ്ണം 2 തവണ അവൾ ഇമ ചിമ്മി തുറന്നു നോക്കി. പിന്നെ മയക്കത്തിലാണ്ടു. അലീന തൻ്റെ കൈപ്പത്തിക്കുള്ളിലേക്ക് മുഖം വെച്ച് ശബ്ദമില്ലാതെ കരഞ്ഞു. മനുശങ്കർ അലീനയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി ക്യാൻറ്റീനിലേക്ക് പോയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ബബിതയെ ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയത്. റൂം കിട്ടുവാൻ വേണ്ടി ബാലചന്ദ്രമേനോൻ രാവിലെ മുതൽ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അലീനയും മനുശങ്കറും തിരിച്ചെത്തിയപ്പോൾ രോഹിത്താണ് പറഞ്ഞത് ബബിതയെ റൂമിലേക്ക് മാറ്റിയെന്ന്. അവർ റൂമിൽ ചെന്നപ്പോൾ ബബിതയുടെ ബെഡിന് ചുറ്റുമിരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് വൈജയന്തിയും ബാലചന്ദ്രമേനോനും. ബബിത ഒന്നും മിണ്ടാതെ വായ പൂട്ടിക്കിടന്നു. വൈജയന്തിക്ക് ആ കിടപ്പ് കണ്ടിട്ട് വല്ലാണ്ടങ്ങോട്ട് ദേഷ്യം വന്നു. അവർ പറയുക, ബാക്കിയുള്ളവരെ തീ തീറ്റിക്കുന്നതിന് കയ്യും കണക്കുണ്ടോ? എന്നിട്ടും വാ തുറക്കാണ്ട് നോക്കിയേ കിടക്കുന്നത്. അപ്പോൾ മനുശങ്കർ, ആൻറ്റിക്കിപ്പോൾ എന്താ വേണ്ടത്? അവൾ എന്തിനാ ഇങ്ങനൊരു കടുങ്കൈ ചെയ്തത്? എന്തൊക്കെയാണ് അതിൻ്റെ പിൻപിലെ രഹസ്യങ്ങൾ? ഇതൊക്കെ അറിയണമല്ലേ? അവളൊന്ന് എഴുന്നേറ്റോട്ട് ആൻറ്റി. അങ്കിളിനും ഇത്ര വിവരമില്ലാണ്ട് പോയോ? ജീവനോടെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണോ? അല്ല മനു, അവൾക്കൊന്ന് പറയാമല്ലോ. ആൻറ്റി പ്ലീസ്, ആൻറ്റി ഒന്ന് പുറത്തിറങ്ങി നിൽക്ക്. ഈ സമയത്ത് ഡോക്ടർ റൗണ്ട്സിന് വരുന്നുണ്ടായിരുന്നു. അതിനാൽ എല്ലാവർക്കും മുറിക്ക് പുറത്തിറങ്ങേണ്ടി വന്നു. പരിശോധന കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ പേഷ്യന്റിന്റെ കൂടെ റൂമിൽ നിന്നാൽ മതി, ബാക്കിയുള്ളവർ പുറത്തിരിക്കണം. അത് കേട്ടുകൊണ്ട് വൈജയന്തി റൂമിലേക്ക് കയറുവാൻ ഭാവിച്ചപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, ആരാണ് അലീന? പെട്ടെന്ന് നിന്ന നിൽപ്പിൽ അലീനയൊന്ന് അനങ്ങി. അപ്പോൾ ഡോക്ടർ, യു ടു ബി ബെറ്റർ, ഷീ ആസ്ക് യു. വൈജയന്തിയുടെ മുഖം വല്ലാണ്ട് വിളറി. അല്പം വീറോടെ അവൾ ഡോക്ടറോട് പറയുകയാണ്, ഞാൻ അവളുടെ അമ്മയാണ്. ആയിക്കോട്ടെ, പക്ഷെ പേഷ്യന്റിന് ഇഷ്ടമുള്ളയാൾ കൂടെ നിൽക്കട്ടെ. ഡോക്ടർ നടന്നുപോയി. പിന്നാലെ നേഴ്സും. അലീന, നീ അകത്തേക്ക് ചെല്ല്, ബാലചന്ദ്രമേനോൻ നിർദ്ദേശിച്ചു. അപ്പോൾ മനുശങ്കറും പറയുകയാണ്, അത് തന്നെയാണ് ആൻറ്റി നല്ലത്, അവൾക്കും ഒരു സമാധാനം കിട്ടുമല്ലോ. അരിശം കടിച്ചിറക്കി വൈജയന്തി പിന്മാറി. അലീന മുറിക്കുള്ളിൽ കടന്നു. അവൾ ബബിതയുടെ ബെഡിനരികെ ചെന്നിരുന്നു. ബബിതയുടെ കണ്ണുകളിൽ ഒരു പരിഭവം കാണാമായിരുന്നു. അതൊരു നല്ല ലക്ഷണമാണെന്ന് അലീന കണക്കാക്കി. ബബിതയുടെ വലത് കൈ പിടിച്ച് കൈത്തണ്ടയിൽ തലോടിക്കൊണ്ട് അലീന പറയുകയാണ്, എൻ്റെ മോളെ, ഞാൻ ക്യാൻറ്റീൻ വരെ ഒന്ന് പോയതാണ്. അതിനിടയ്ക്ക് നിന്നെ ഇങ്ങോട്ട് മാറ്റുമെന്ന് ആരറിഞ്ഞു? ഞാൻ വിട്ടിട്ട് പോയതൊന്നും അല്ല കേട്ടോ, സോറി. വിശക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പോഴാ മനുവേട്ടൻ പറഞ്ഞത് ക്യാൻറ്റീനിൽ പോയി വല്ലതും കഴിക്കാമെന്ന്. ബബിത അലീന ഇരിക്കുന്നിടത്തേക്ക് ചരിഞ്ഞു കിടക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അലീന എഴുന്നേറ്റിട്ട്, ഈ കൊമ്പും കുഴലുമൊക്കെ വലിയ തടസ്സമാണല്ലോ എന്ന് പറഞ്ഞ് IV സ്റ്റാൻഡിൽ നിന്നും ട്രിപ്പിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് ട്യൂബ് ശ്രദ്ധാപൂർവ്വം ഒതുക്കി പിടിച്ച് ബബിതയെ സൗകര്യപ്രദമായ വിധത്തിൽ കിടത്തി. ഇടത് കൈയിൽ ഘടിപ്പിച്ചിരുന്ന കാനുലായിക്ക് ഇളക്കം തട്ടാതെ ആ കൈയെടുത്ത് അവളുടെ വയറിനു മീതെ വെച്ചു. ബബിത സാഗൂതം അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അലീന, ഞാൻ ഡ്രൈവിംഗ് പഠിച്ച വിവരമൊക്കെ നീ അറിഞ്ഞായിരുന്നോ? റോഡിൻ്റെ അരികത്ത് കൂടി നടന്നു പോകുന്ന ഒരാളെ ഞാനിപ്പോൾ നോക്കിയാൽ നിഷ്പ്രയാസം ഇടിച്ചു വീഴ്ത്താൻ പറ്റും. അലീന പറയുന്നത് കേട്ടിട്ട് ബബിതയുടെ വിളർത്ത ചുണ്ടുകളിൽ ഒരു മന്ദഹാസമുണ്ടായി. അലീന സ്നേഹവായ്പോടെ വാതോരാതെ അവളോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ബബിതയെ വേദനിപ്പിക്കുന്നതോ അവളുടെ ആത്മഹത്യാ ശ്രമത്തെക്കുറിച്ച് പരാമർശ വിധേയമാകുന്നതോ ആയ ഒരു വാക്കുപോലും തൻ്റെ നാവിലൊന്നും വീഴാതിരിക്കുവാൻ അവൾ ശ്രദ്ധിച്ചു. ബബിത ഓർമ്മയിലേക്കോ വിഷാദത്തിലേക്കോ വീണുപോകുമ്പോഴെല്ലാം അലീന അവളെ ആശ്വസിപ്പിക്കുകയും നെറുകയിലോ നെറ്റിയിലോ ഒരു ഉമ്മ നൽകി സാന്ത്വനിപ്പിക്കുകയും ചെയ്തു. വൈകുന്നേരം ക്യാൻറ്റീനിൽ വെച്ച് ബാലചന്ദ്രമേനോൻ അലീനയോട് ചോദിച്ചു, അവൾ എന്തെങ്കിലും പറഞ്ഞോ? നിന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒന്നും പറഞ്ഞില്ലെന്ന് നിഷേധരൂപേണ അലീന തലയാട്ടി. നീ ചോദിച്ചുമില്ലേ? നിനക്ക് ചോദിക്കാമായിരുന്നില്ലേ? നമുക്കവളെ ജീവനോടെ തിരിച്ചു കിട്ടിയല്ലോ അച്ഛാ, അതിനേക്കാൾ വലുതാണോ മറ്റു കാര്യങ്ങൾ? അവൾ സ്വന്തം ജീവൻ ഉപേക്ഷിക്കാൻ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ എന്തുമാത്രം വേദനയുണ്ടായിരിക്കും. അവൾ ഇപ്പോഴും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഈ ഭൂമിയിൽ ധൈര്യമായിട്ട് ജീവിക്കുവാനുള്ള മനോബലം ഇനിയും അവൾക്ക് തിരിച്ചു കിട്ടിയിട്ടുമില്ല. എന്നാലും നിനക്കൊന്ന് സൂചിപ്പിക്കായിരുന്നു. ഞാൻ ചോദിക്കില്ലച്ചാ. ഏതൊരവസ്ഥയിലും നമ്മൾ അവളുടെ കൂടെയുണ്ടെന്ന് ബോധ്യപ്പെടുത്താനാ ഞാൻ അവൾക്കൊപ്പം നിൽക്കുന്നത്. അവൾക്ക് എന്തെല്ലാം സംഭവിച്ചാലും അവൾ നമുക്ക് പ്രിയപ്പെട്ടവളാണെന്ന് അവളെ വിശ്വസിപ്പിക്കണം. ആരെല്ലാം ഉപേക്ഷിച്ചാലും നമ്മൾ അവളെ ഉപേക്ഷിക്കില്ലെന്ന് അവൾ തിരിച്ചറിയണം. ഇത്രയും അവൾക്ക് ബോധ്യം വന്നാൽ നമ്മളാരും ഒന്നും ചോദിക്കണ്ടച്ചാ, അവൾ താനെ എല്ലാ കാര്യങ്ങളും പറയും.
പക്ഷെ അത് കഴിഞ്ഞും നമ്മൾ അവളുടെ കൂടെ തന്നെ നിൽക്കണം. ബാലചന്ദ്ര മേനോന് ഇനിയൊന്നും അവളോട് പറയാനില്ല. അവൾ പറഞ്ഞതാണ് ശരിയെന്ന് അയാൾക്ക് മനസ്സിലായി. മണിശങ്കർ വൈകുന്നേരം കൊല്ലപ്പള്ളിയിലേക്ക് പോയി. അവനോടൊപ്പം ബാലേന്ദ്ര മേനോൻ രോഹിത്തിനെയും കൃഷ്ണജയെയും കടപ്പാട്ടൂരേക്ക് അയച്ചു. ബബിത സുഖപ്പെട്ടു വരുന്ന നിലയ്ക്ക് ഇനി കൂടുതൽ ആളുകൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട കാര്യമില്ല. രാത്രിയിലും അലീന തന്നെയായിരുന്നു ബബിതയ്ക്കൊപ്പം. വൈജയന്തിക്ക് അക്കാര്യത്തിൽ എന്തെന്നില്ലാത്ത അമർഷവും ദേഷ്യവും ഉണ്ടായിരുന്നു. ബബിതയുടെ അമ്മയായ താൻ പുറത്തു നിൽക്കേണ്ടി വരികയാണ്. തൻ്റെ വീട്ടിൽ ജോലിക്കാരിയായിരുന്നവൾ അകത്ത് കടന്ന് തൻ്റെ മകളെ ശുശ്രൂഷിക്കുന്നു. പക്ഷേ പേഷ്യന്റിന് താല്പര്യമുള്ളയാൾ കൂട്ടിന് നിൽക്കട്ടെ എന്ന് ഡോക്ടർ പോലും പറയുമ്പോൾ വൈജയന്തിക്ക് പ്രതിഷേധിക്കുവാൻ പഴുതുകളുമൊന്നുമില്ല. എന്നാൽ ബബിതയെ അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വൈജയന്തി തൻ്റെ രോഷം മുഴുവൻ ബാലചന്ദ്ര മേനോന്റെ മേൽ ചൊരിയുവാൻ തുടങ്ങി. വൈജയന്തി പറയുകയാണ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ കടപ്പാട്ടൂരേക്ക് എഴുന്നള്ളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. ബാലചന്ദ്ര മേനോൻ അറിയാത്ത മട്ടിൽ ചോദിക്കുകയാണ്, ആരെയാണ്? ഇനി ഞാൻ പേരെടുത്ത് പറയണോ? അലീനയാണ് നീ ഉദ്ദേശിച്ചതെങ്കിൽ ബബിതയ്ക്ക് പൂർണ്ണ സുഖമാകുന്നതുവരെ അവൾ ബബിതയ്ക്കൊപ്പം ഉണ്ടാവും. അല്ലെങ്കിൽ ബബിത പറയണം വേണ്ടെന്ന്. അല്ലെങ്കിൽ അലീന പറ്റില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോകണം. സമ്മതിക്കില്ല ഞാൻ. ഒരിക്കൽ ഞാൻ ഇറക്കി വിട്ടത് അവളെ. അതിന് കൊടുക്കേണ്ടി വന്ന വിലയും എനിക്കറിയാം. ഇനി ആ മുറ്റത്ത് ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. വൈജയന്തി അത് ഉഗ്ര ശപഥമെന്ന പോലെയാണ് പറഞ്ഞത്. ഈ എപ്പിസോഡ് ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അടുത്ത വീഡിയോയുമായി വേഗം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.